നമ്മൾ ചോദിച്ചു ഇവരോട് നബിദിനം ഇസ്ലാമികമാണോ? നമ്മൾ ചോദിച്ചു ഖുർആനിലുണ്ടോ? അപ്പോ ഇല്ല. ഉണ്ടെന്ന് പറയുന്ന വിദ്വാന്മാർ വേറെ ഉണ്ട്, നമുക്ക് വേറെ പറയാം. ഇല്ല. ഹദീസിലുണ്ടോ? അതും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തോ? ഇല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തോ? ഇല്ല. പിന്നെ ആരാ ചെയ്ത്? അബൂലഹബ് ചെയ്തു. നബിദിനം അബൂലഹബ് ചെയ്തു. അപ്പൊ അബു നിങ്ങളെ നേതാവോ? അബൂലഹബ് നിങ്ങളെ നേതാവോ? കേട്ടോളി, ഞാൻ പറയല്ലേ, ഇത് സുന്നത്ത് മാസിക, സുന്നത്ത് മാസിക, സുന്നത്ത് പഠിപ്പിക്കുന്ന മാസിക. ഇനി കേട്ടോ, സമസ്ത കേരള സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന മത സാംസ്കാരിക മാസിക 1985 എന്താ പറയുന്നത് കേട്ടോളിട്ടോ? നബിദിനാഘോഷം. അതിന് തെളിവ് ധരിക്കാട്ടോ, ലേഖനം എല്ലാവരും മനസ്സിലായിക്കോളി. നബിദിനത്തിന് സുന്നികളെ തെളിവ് നബി ചെയ്തോ? ഇല്ല. ഖുർആനിലുണ്ടോ? ഇല്ല. സഹാബികൾ ചെയ്തോ? ഇല്ല. താബിഈങ്ങൾ ചെയ്തോ? ഇല്ല. താബിഈങ്ങൾ ചെയ്തോ? ഇല്ല. മദ്ഹബിന്റെ ഇമാമികൾ ചെയ്തോ? ഇല്ല. പിന്നെയോ ഞങ്ങളെ നേതാവ് ചെയ്തിട്ടുണ്ട്. അതാരാ? കേട്ടോളി, നബിദിനാഘോഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട്. നബിദിനാഘോഷത്തിന് നബി ജനിച്ച അന്ന് തന്നെ എന്തുണ്ട്? തുടക്കമുണ്ട്. ആരാത് തുടങ്ങി? അബ്ദുള്ളയുടെ വിധവ ആമിന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അബൂലഹബ് അറിഞ്ഞു. അങ്ങനെ ഒരടിമയെ മോചിപ്പിച്ചുകൊണ്ട് തത്സമയം നബിയുടെ പിതൃവ്യൻ നബിദിനത്തിന് തുടക്കം കുറിച്ചു. എങ്ങനെ? ആരാ വരെ നേതാവ്? നിങ്ങൾ ചിന്തിക്കണം. ഈ എളേറ്റിൽ വട്ടോളിയിലെ മനുഷ്യരെ അബൂലഹബ് നബിദിനം കൊണ്ടാടി. ആരാ ഈ അബൂലഹബ്? നിങ്ങൾക്ക് പറ്റിയ നേതാവാണ്. സത്യം. ഈ ലേഖനം എഴുതിയ ഉസ്താദിനും ഉസ്താദുമാർക്ക് നാടൻ മനുഷ്യന്മാരും ഒരു അതിൽ പെട്ടുപോയതാ. ഉസ്താദുമാരെ കോലവും രൂപവും കണ്ടപ്പോ നല്ലതാന്ന് മനസ്സിലാക്കി പോയതാ. ഏയ് അബൂലഹബ്! ആരാ ഈ അബൂലഹബ്? അല്ലേ? അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു. അബൂലഹബ് മരിച്ചതെങ്ങനെ അറിയോ? ചീഞ്ഞ് നാറി ദുർഗന്ധം വമിച്ച് അടുക്കാനാവാതെ ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ എടുക്കാനും തൊടാനുള്ളാതെ മരിച്ച മനുഷ്യൻ. എന്നിട്ടോ ദൂരെ നിന്നിട്ട് ആളുകൾ മണ്ണിങ്ങനെ വാന്തി എറിയ അങ്ങനെ മൂടിയ അബൂലഹബ്. ആ അബൂലഹബ് നബിയുടെ ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അബൂലഹബ് ചെയ്തത് ആ ദീനിൽ തെളിവ്? മുഹമ്മദ് നബി ചെയ്ത തെളിവുണ്ടോ ചോദിച്ചു. ഇല്ല. അല്ലേ? ആലോചിക്കണം. അബൂലഹബാണത്രേ നബിദിനം കൊണ്ടാടാനുള്ള തെളിവ്. തീർന്നില്ല. ആലോചിക്കണം. ഇനി ഇവര് പറയുന്നത് കേട്ടോ, അതേ സുന്നത്ത് മാസികയില് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന സുന്നത്ത് മാസിക 2001 1985 പറഞ്ഞ എന്താ? നബിദിനം നബീന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അബൂലഹബാണ് തുടങ്ങിയത്. അതുകൊണ്ട് അതിന് തെളിവുണ്ട് എന്നാ പറഞ്ഞു. അതേ സുന്നത്ത് മാസിക ഇതെന്താ കൂട്ടരെ നിങ്ങള്? ഇതുണ്ടോ? ഇത് 2001. ഈ 2001 പറയുന്നത് കേട്ടോളിട്ട് നിങ്ങള്. മൗലിദിന്റെ മൗലികത, നബിദിന ആഘോഷത്തിന്റെ ഉത്ഭവത്തെ പറ്റി ഒന്ന് കേട്ടോളി. ഭാഷ തിരിയല്ല എല്ലാവർക്കും. നബിദിനം എന്ന് തുടങ്ങി എന്നതിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച സുന്നി പ്രസിദ്ധീകരണം കേട്ടോ പറയുന്നത്. ആഴത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായത്തിൽ ഹിജ്റ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നബിദിനാഘോഷം തുടങ്ങിയത്. നേരത്തെ എന്താ പറഞ്ഞത്? സുന്നത്ത് മാസികയില്, സുന്നത്ത് പഠിപ്പിക്കുന്ന മാസികയില് നബീൻ ജനിച്ച അന്ന് തന്നെ നബിദിനം തുടങ്ങി. ഇപ്പോഴോ 6-ാം നൂറ്റാണ്ടില്. ഞാൻ ചോദിക്കുന്നത് ഇതിലേതാ സത്യം? ഇതിലേതാ സത്യം? കസ്തല്ല ഇവിടെ പറയുന്നത് സുയൂത്തി ഇമാം ഏതായാലും അബൂലഹബിന്റെ കൂട്ടത്തിൽപ്പെട്ട അല്ലല്ലോ. അബൂലഹബിനെ നിങ്ങൾ ആദ്യം തെളിവ് പിടിച്ച് ആയത്ത് പഠിച്ചു. നിസ്സാരമല്ല. ആയത്ത് പഠിച്ചിട്ട് പോലും ഇമാം സുയൂത്തിക്ക് എവിടെ എത്താൻ കഴിഞ്ഞുള്ളൂ? 6-ാം നൂറ്റാണ്ടില്. അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. 5-ാം നൂറ്റാണ്ടിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിഞ്ഞില്ല. 4-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല. 3-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല. 2-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല. 1-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ല. ഞങ്ങളോട് ചോദിക്കാൻ 6-ാം നൂറ്റാണ്ടിന്റെ അപ്പുറത്തുള്ളതാ ഇസ്ലാം ആണോ? ആ സുയൂത്തി മക്കളെ, യുവാക്കളെ, സഹോദരങ്ങളെ പഠിക്ക്. ചെറിയ കുട്ടികളെ പഠിക്ക്. എന്താ പറയുന്നത്? 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 5-ാം നൂറ്റാണ്ടിലും അല്ല, 3-ാം നൂറ്റാണ്ടിലും അല്ല, 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്
നബിദിനം കൊണ്ടാടുന്നതിനെ പറ്റി സുയൂത്തി ഇമാം പഠിച്ചിട്ട് കിട്ടിയേ. അതിനപ്പുറത്തേക്ക് ഇമാമിന് കിട്ടിയില്ല, ഖുർആനിന് കിട്ടിയില്ല, സുന്നത്തിന് കിട്ടിയില്ല. 6-ാം നൂറ്റാണ്ടിലാണ് നബിദിനം ആഘോഷിച്ചതെന്ന് സുന്നികൾ പറയുമ്പോ ഒരു പോയിന്റും കൂടി നിങ്ങൾ ചിന്തിക്കണം. അംസക്കോയ ബാക്കവിയിലേക്ക് മടങ്ങി വരികയാണ്. അംസക്കോയ ബാക്കവി പറയാ സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ അതിൽ അയാൾ പറയാ 40 ആയത്ത് നബിദിനം കൊണ്ടാടാൻ തെളിവുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇമാം സുയൂത്തിക്ക് ഇത് മനസ്സിലായില്ലേ? 40 ആയത്ത് ഖുർആനിൽ ഉണ്ടായിട്ട് റസൂലുള്ളാഹിക്ക് ഇത് മനസ്സിലായില്ല, സഹാബികൾക്ക് ഇത് മനസ്സിലായില്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് മനസ്സിലായില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മനസ്സിലായില്ല, ഇബ്നു ഉമർ റളിയല്ലാഹു മനസ്സിലായില്ല, അവർക്കാർക്കും മനസ്സിലായില്ല. അംസക്കോയക്ക് മാത്രം മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അംസക്കോയക്ക് മാത്രം നട്ടം പിരിഞ്ഞു എന്നും സഹാബികൾക്ക് മനസ്സിലായിരുന്നു. അല്ല, സഹാബികൾക്കൊന്നും മനസ്സിലാകാത്തത് മനസ്സിലാകാൻ മാത്രം അംസക്കോയ കേമനാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, മഹ്ശറയിൽ വെച്ച് നമുക്ക് കാണാം. ചിന്തിക്കണം, ആലോചിക്കണം, ശരിക്കും പഠിക്കണം, ശരിക്കും. അപ്പോ സുന്നി വാദപ്രകാരം, സുന്നികളുടെ വാദപ്രകാരം 6-ാം നൂറ്റാണ്ടിലാണ് നബി തുടങ്ങി. ഞങ്ങൾ പറയുന്നത് എന്താ? നബിദിനം പുത്തനാണ്. നിങ്ങളോ ഇസ്ലാമിലുള്ള. ഇനി കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനട എന്താ പറഞ്ഞു? ഇനി മേലിൽ ഈ മതത്തിൽ ദുൽഹജ്ജ് 9-ന് ശേഷം ഒരാചാരവും കടത്തി കൂട്ടാൻ പാടില്ല, യാതൊരു കാരണവശാലും. നിങ്ങൾ എന്താ പറഞ്ഞേ? ഭൗതികതയിലേക്ക് ജനങ്ങൾ പോയപ്പോ ഓരെ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതാ നബിദിനം. പാടുണ്ടോ? നിങ്ങളെ വാദപ്രകാരം പാടുണ്ടോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ പോലും അംഗീകരിക്കുന്നില്ലെന്ന് വന്നാൽ പിന്നെ നിങ്ങൾ ആരംഗീകരിക്കും? ഖുർആൻ നിങ്ങൾ അംഗീകരിച്ചില്ല, നബി നിങ്ങൾ അംഗീകരിച്ചില്ല, സഹാബികൾ ഒറ്റക്കുട്ടിനെ നിങ്ങൾ അംഗീകരിച്ചില്ല, താബിങ്ങൾ അംഗീകരിച്ചില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ നിങ്ങൾ അംഗീകരിച്ചില്ല, പിന്നെ നിങ്ങൾ ആരെ അംഗീകരിക്കും?